തുണി പെറുക്കാൻ വന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. നമ്മുടെ പുളിയിൽ കുറച്ച് പയർ കയറിയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ നിറച്ചും പയർ അതിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത് പറിച്ചെടുത്താൽ നാളെ നമുക്കൊരു തോരന് വേണ്ടി ആകുമല്ലോ. അങ്ങനെ മുകളിൽ നിന്ന പയറുകളെല്ലാം ഞാൻ പറിച്ചെടുത്തു. അത്യാവശ്യം നമുക്ക് മുകളിൽ നിന്ന് ഇത്രയും പയർ കിട്ടി. താഴെ പിന്നെ കുറച്ചുണ്ടായിരുന്നു. അതുകൂടെ പറിച്ചപ്പോഴത്തേക്കിനും നമുക്കൊരു തോരൻ വെക്കാനുള്ള പയർ കിട്ടിയായിരുന്നു. ഈ പയറിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പൊന്നൂസിന് ക്രിസ്മസ് പരീക്ഷ തുടങ്ങുവാണ്. അതിനുവേണ്ടി പൊന്നൂസ് ഇരുന്ന് പഠിക്കുവാണ്. പൊന്നൂസിൻ്റെ സൈഡിൽ ഈ കാണുന്ന വടിയുണ്ടല്ലോ, അത് കളരിയുടെ വടിയാണ്. അത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അതിന് ആൻസറും പൊന്നൂസ് പറയുന്നുണ്ട്, എഴുതുകയും കൂടാണ്. അതാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെവിയൊക്കെ ചൊറിയുന്നതും തലയൊക്കെ ചൊറിയുന്നതും. പിന്നെ പൊന്നൂസ് വേഗം പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നു. വിഷ്ണുചേട്ടൻ ഇന്ന് പോവായിരുന്നു. നമ്മുടെ അപ്പുച്ചേട്ടനാണ് വിഷ്ണുചേട്ടനെ കൊണ്ടുവിടുന്നത്. മിഴിയുടെ അച്ഛനാണ് അപ്പുച്ചേട്ടൻ. അങ്ങനെ പൊന്നൂസിന് ഉമ്മയൊക്കെ കൊടുത്ത് ചേട്ടൻ പോയി. പിന്നെ തിരിച്ച് പൊന്നൂസ് വീണ്ടും പഠിക്കാൻ വന്നു. ഇവിടെ പൊന്നൂസിനെ പഠിപ്പിക്കാനിരിക്കുമ്പോഴത്തേക്കിനും കാശിയുടെ സ്ഥിരം പരിപാടി ഇതാണ്. അവളുടെ പെൻസിൽ വേണം, ബുക്ക് വേണം, അങ്ങനെ ഭയങ്കര ബഹളം. പൊന്നൂസിനെ പഠിക്കാൻ സമ്മതിക്കത്തതേയില്ല. അങ്ങനെ കാശി പൊന്നൂസിനെ പഠിപ്പിക്കുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.